സർ ഹലോ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതായത് ഇപ്പോ CAD ഡിവൈഡഡ് ബൈ NSD എന്ന് പറയുമ്പോൾ 1.3757 ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ NSD ബൈ CAD ആക്കണമെങ്കിൽ ഈ 1 ഡിവൈഡഡ് ബൈ 1.3757 ചെയ്താൽ മതിയോ? മതി മതി മതി. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ബാക്കിയുള്ളവരോടെ കാണില്ല ഒത്തൂല്ലേ? വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് വിളിച്ചു നോക്കോ അവരെ, ജസ്റ്റ് ടൈം ആയില്ലേ? അവൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ. മെസ്സേജ് അയച്ചിട്ടുണ്ട്. രണ്ടിനോട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങാം. സവിത്രേനോടെ ഓക്കെ തുടങ്ങാട്ടാ. ഓക്കെ, ഇനി കുറച്ചുകൂടി സീനായിട്ട് വരും കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. ബി കൂൾ, നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ടഫ് ആയിക്കോട്ടെ, ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ കേട്ടോ. ബി കൂൾ. ഓക്കെ, രണ്ടെണ്ണം ആയിട്ടുള്ളൂ. ഇത് ഈ കണ്ട സാധനം കുറച്ചൊരു സീനായ കാൽക്കുലേഷൻ ആണ്. ഡോണ്ട് വറി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തോ? ഇല്ലല്ലോ, ഇല്ല. ടുഡേസ് സ്പോട്ട് റേറ്റ്, ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ടുഡേസ് സ്പോട്ട് റേറ്റ് ഫോർ ഇന്തോനേഷ്യൻ റുപ്പി
Indonesian rupiah അല്ലെ? Indonesian rupiah is IDR, Indonesian rupee divided by USD, okay, equal to 2400 ആണ്, okay. And New Zealand dollar at USD, NZD by USD equal to 1.6 ആണ്. The NZD divided by IDR equal to what? This is the question. NZD divided by IDR. Ultimately, question കാണുമ്പോൾ സീനായിട്ട് ഫീൽ ചെയ്യുക, ഓക്കെ. NZD divided by IDR എന്താണെന്നാണ് ചോദ്യം. NZD divided by IDR, okay. Now finally ഇവിടെ ഉണ്ടായിരിക്കേണ്ട, ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി സിസ്റ്റമാറ്റിക്കലി ആയിട്ട് എഴുതാൻ പോവാണ്, ഒന്നുകൂടി സിസ്റ്റമാറ്റിക്കലി ആയിട്ട് എഴുതാൻ പോകാം. IDR divided by USD equal to 2400, okay. ഇനി മറ്റൊരു കാര്യം, NZD divided by IDR, sorry, NZD അല്ല, NZD divided by what we have to find out? We have to find out NZD divided by IDR കണ്ടെത്തണം. NZD divided by IDR. അപ്പൊ അൾട്ടിമേറ്റ്ലി മുകളിൽ NZD വേണം, അടിയിൽ IDR വേണം, USD ക്യാൻസൽ ചെയ്ത് പോകണം. ഇതാണ് അവിടെ നടക്കേണ്ടത്, ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മുകളിലുള്ള NZD അതുപോലെ കീപ്പ് ചെയ്തു, NZD divided by USD ഇതുപോലെ കീപ്പ് ചെയ്തു. Now into, sorry, എനിക്ക് എന്ത് വേണം, അടിയിൽ IDR വേണം. അടിയിൽ ഫൈനലി my answer should be IDR in the bottom. IDR in the bottom ആകണമെങ്കിൽ ഇത് തലതിരിച്ചിട്ടാ പോലെ, തലതിരിച്ചിട്ടാ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി, USD divided by IDR എന്ന് കൊണ്ടുവന്നാൽ മതി. ഇനി ഇത് തന്നിട്ടുണ്ടോ? യെസ്, എക്സാക്ട്ലി ഇത് തന്നിട്ടുണ്ട്. NZD divided by USD തന്നിട്ടുണ്ട്, which is 1.60. നമ്മുടെ CMA ക്വസ്റ്റ്യൻ അല്ല ഇത്. CMA ക്വസ്റ്റ്യൻ ഇതിനേക്കാളും ടഫാണ്. ഇത് CFA ലെവൽ 1 ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് CMA ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഓക്കെ. ഇനി അപ്പൊ ഇത് 1.60 ഇത് തന്നിട്ടുണ്ടോ? USD by IDR തന്നിട്ടുണ്ടോ? ഇല്ല. IDR by USD 2400 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി, 1/2400 ആണ് ഇതിന്റെ ആൻസർ. 1/2400 ഈക്വൽ ടു, അല്ലെ? അപ്പൊ 1.60 into 1/2400 ആൻസർ എത്ര? 0.000666666. ഇതാണ് ആൻസർ. ഒരു 0 കൂടിയോ? 1.60 into 1/2400. 0.00066 is the answer. ഒരു 0 കുറഞ്ഞില്ലേ? മനസ്സിലായോ? എത്ര പേർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നോ ഇഷ്യൂ. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം, നോട്ട് എ ഇഷ്യൂ. ക്ലിയർ ആണ്? അഭിജിത്തിന് ക്ലിയർ ആണ്? ഓക്കെ. അഞ്ജലി ക്ലിയർ ആണ്? സവിത്രയൻ എന്തുപറ്റി? ക്ലിയർ. മസ്ബൂത്ത്, അവിടെ ആൻസറിൽ ഒരു 0 കുറവുണ്ട് അല്ലെ? ആൻസറിൽ 000 ആണ് വേണ്ടത് അല്ലെ? 000 ആണ് വേണ്ടത്. 00067. അത് എന്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒന്നുമല്ല, കറക്റ്റ് അല്ലേ? ഓക്കെ. 00067 ആണ് ആൻസർ വേണ്ടത് കേട്ടോ. ഓക്കെ. ഓക്കെ ലോങ്ങളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാ. അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആയില്ലേ കാൽക്കുലേഷൻസ്? നമ്മൾ ടൈം എടുത്തതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലേ? കുറച്ചുകൂടി ഒന്ന് കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആയില്ലേ? എല്ലാവർക്കും കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയില്ലേ? കാൽക്കുലേഷൻ വലിയൊരു സീന് കുറച്ചൊന്ന് എളുപ്പമായി വന്നില്ലേ? നിങ്ങൾ പറ, ഉണ്ടോ ഇല്ലേ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. നോട്ട് എ ഇഷ്യൂ. എഴുതുക ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. NZD trading at a USD by NZD
NZD USD by NZD USD divided by NZD equal to 0.3500 SCK NZD divided by SCK equal to 0.3100. Now finally USD divided by SCK equal to what? ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഫൈനൽ ആയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് USD ഡിവൈഡഡ് ബൈ SCK ആണ് ഇവിടെ വേണ്ടത് നമുക്ക്. അതിന് USD മേലെ വരണം, USD ബൈ NZD അവിടെ ഉണ്ട്, പിന്നെ SCK അടിയിൽ വരണം. SCK അടിയിൽ വരുന്ന സാധനം ഇവിടെ ഉണ്ട്, SCK അടിയിലുണ്ട്, NZD മേലെ ഉണ്ട്. ഓക്കെ, സോ ഇതും വെട്ടിയാൽ USD ബൈ SCK. അപ്പൊ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.3500 ഇൻറ്റു 0.3100 0.3500 into 0.3100. Answer 0.1085. Yes, exactly. Option A is the right answer. Very good. എല്ലാവർക്കും ആൻസർ കിട്ടി, സന്തോഷം കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ ഒരു എക്സ്പെർട്ട് ആയിട്ടോ. ഈ ട്രയാങ്കുലർ ആർബിട്രേജിക്ക് പോട്ടെ. ലൈവായിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കണം. ട്രയാങ്കുലർ ആർബിട്രേജിന്റെ ലൈവായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കല്ലേ? ഉണ്ടാ ലൈവ് കച്ചവടം. ഓക്കെ, റെഡി? ഞാൻ ഇവിടെ ലൈവ് എടുക്കട്ടോ. ഗൂഗിളിൽ പോവാണ്. നമ്മൾ 3 കറൻസി, നിങ്ങൾ പറയും 3 കറൻസി നിങ്ങൾക്ക് വേണ്ട പറഞ്ഞോളൂ. ഒന്ന് നമുക്ക് പൗണ്ട് എടുക്കാം കേട്ടോ. ഗൂഗിളില് ഗൂഗിളിൽ തന്നില്ലേ 3 കറൻസി നമ്മൾ എടുക്കാം. ഒന്ന് നമുക്ക് ഇന്ത്യൻ റുപ്പി, ഒന്ന് പൗണ്ട്, ഒന്ന് US ഡോളർ കേട്ടോ. ട്രയാങ്കുലർ ആർബിട്രേജ്. ഓക്കെ, USD ടു INR 73 രൂപ 0.7 പൈസ കേട്ടോ. 73 രൂപ 0.7 പൈസയാണ് USD ടു INR കേട്ടോ. ട്രയാങ്കുലർ ആർബിട്രേജിലേക്കാണ് പോകുന്നത്. തുറക്കട്ടെ. USD ടു അതായത് 1 USD is equal to 73.07 അല്ലെ? 73.07 എന്നല്ലേ വന്നത്? ഓക്കെ, ഇനി USD ടു പൗണ്ട്. USD ടു പൗണ്ട് 0.73 pound. 1 USD equal to 0.73 pound. Great British pound. ഇനി അടുത്തത് പൗണ്ട് ടു INR ഒക്കെ നോക്കുക. ഒരു ട്രയൽ ആങ്ക് കാണിക്കുന്നത്. പൗണ്ട് ടു INR 100.75 പൗണ്ട്. 1 പൗണ്ട് കേട്ടോ. 1 പൗണ്ട് ഈക്വൽ ടു 100.75. ഞാൻ ആർബിട്രേജ് എന്നുള്ള കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ടോ. 1 പൗണ്ട് ഈക്വൽ ടു 100.75. പിന്നെ USD ടു പൗണ്ട് നമ്മൾ എഴുതി, പൗണ്ട് ടു റുപ്പീസ് എഴുതി. ഓക്കെ, ഇത് മതി കേട്ടോ. ഇതൊന്ന് എഴുതി, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ. ഇത് മെയിൻ പ്രോബ്ലം തുടങ്ങുന്നതിന്റെ മുമ്പ് ചെറിയൊരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു നോക്കുകയാണ്. എങ്ങനെയാണ് ഇത് ശരിയാകാൻ പോവുക എന്നുള്ളത് നമുക്ക് നോക്കാം. 1 പൗണ്ട് ഈക്വൽ ടു 100.75 കേട്ടോ. ഞാൻ ചെയ്യാൻ പോണ ആർബിട്രേജ് എന്ന് പറയുന്ന പരിപാടിയാണ് അവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എല്ലാവരും റെഡിയാന്ന് വിചാരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം? നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. എത്ര ഉണ്ട് മക്കളെ? 1 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്. 1 ലക്ഷം രൂപ INR ആണ് കയ്യിലുള്ളത്. ഇന്ത്യക്കാരനാണ് ഞാനും, ഇന്ത്യക്കാരനാണ് നിങ്ങളും. ശരിയല്ലേ? എവരിബഡി ഒന്ന് പറ. ഞാൻ തുടങ്ങട്ടെ കേട്ടോ. എക്സ്ക്യൂസ് മീ, തുടങ്ങട്ടെ.
ഇന്ത്യക്കാരനാണ് ഞാൻ. എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലും 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇതാണ് നിലവിലുള്ള നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്. ഒറ്റ സെക്കൻഡ്. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാല് എന്റെ കയ്യിലുള്ള ഈ 1 ലക്ഷം രൂപ കൊണ്ട് ഞാൻ കുറച്ച് ഡോളർ വാങ്ങാൻ പോവാണ്. അപ്പൊ എന്റെ സ്റ്റെപ്പ് നമ്പർ 1, ഓക്കെ, ഏത് സ്റ്റെപ്പ് നമ്പർ 1 സെൽ റുപ്പി ബൈ ഡോളർ. എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എന്താ? റുപ്പിയാണ്. അപ്പൊ ഞാൻ എന്താ വാങ്ങാൻ പോണത്? ഡോളർ വാങ്ങാൻ പോകട്ടോ. എന്റെ കയ്യിലുള്ള റുപ്പീസ് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്റെ കയ്യിലുള്ള റുപ്പീസ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എന്താ കിട്ടുക? എന്റെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത് എന്നുള്ളതും ഞാൻ എന്താ കൊടുക്കുന്നത് എന്നുള്ളതും ഞാൻ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെല്ലിംഗ് ഓഫ് റുപ്പീസ് ആണോ ബൈയിങ് ഓഫ് ഡോളർ ആണോ? ഇന്ത്യയിലുള്ള നിങ്ങൾ കുറച്ച് റുപ്പീസ് ആണ്ട് കൊടുത്തു, വെസ്റ്റേൺ യൂണിയനിൽ കൊടുത്തിട്ട് റുപ്പീസ് കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഡോളർ വാങ്ങിയാലേ ബേസിക്കലി നമ്മൾ ഇന്ത്യയിലാണല്ലോ ഉള്ളത്. ഇന്ത്യയിലുള്ള നമ്മള് സെൽ റുപ്പീസ് ആണോ അതിന് പ്രസക്തി പറയാ, അതല്ല ബൈ ഡോളർ എന്നുള്ള കൺസെപ്റ്റിനാണോ പ്രസക്തി? ഇന്ത്യക്കാരനായ നിങ്ങള് നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്. വെസ്റ്റേൺ യൂണിയൻ മണി എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് 1 ലക്ഷം കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ നമ്മൾ ശരിക്കും പറയേണ്ട പേര് സെൽ റുപ്പീസ് എന്നാണോ ബൈ ഡോളർ എന്നുള്ളതിനാണോ പ്രസക്തി കൊടുക്കേണ്ടത്? ഇന്ത്യക്കാരനാണല്ലോ നമ്മൾ. അങ്ങനെ ആലോചിച്ച് ബൈ ഡോളർ, സത്യം പറയാലോ ബൈ ഡോളറാണ് അല്ലെ. ഞാൻ എന്ത് ചെയ്തു? ഈ 1 ലക്ഷം രൂപക്ക് കുറച്ച് ഡോളർ വാങ്ങാൻ പോട്ടോ. അപ്പൊ ഒരു ഡോളറിന് 73 ഉറുപ്പിക എടുക്കണം. സ്റ്റെപ്പ് നമ്പർ 1 കേട്ടോ. 1 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 73 രൂപ 0.7 പൈസ. ഡോളർ ഇന്ത്യനെക്കാളും സ്ട്രോങ് ആയതുകൊണ്ട് കുറച്ച് ഡോളർ എനിക്ക് കിട്ടുള്ളൂ. ഈ ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. ഓക്കെ, ഡിവൈഡഡ് ബൈ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ 1368.55 ഡോളർ എന്റെ കയ്യിലുണ്ട്. 1638.55 ഡോളർ എന്റെ കയ്യിലുണ്ട്. കയ്യിൽ കിട്ടി. സെറ്റാണോ? എക്സാമ്പിൾ സെറ്റാണോ? 1 ലക്ഷം ഡിവൈഡഡ് ബൈ 70. കാൽക്കുലേഷൻ ഫിഗർ മാറി പണി കിട്ടും കേട്ടോ. 1 ലക്ഷം ഡിവൈഡഡ് ബൈ 73.07 1368.55 ഡോളർ. ഫിഗർ കറക്റ്റാ. ഇനി ഞാൻ ചെയ്യാൻ പോണെന്തരോ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 ഇത് ചെയ്തിട്ട് വേണം മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. മെയിൻ ക്വസ്റ്റ്യനേക്കാളും പാടാണ്. സ്റ്റെപ്പ് 2 എന്താ അറിയാലോ? ഇപ്പൊ ഞാൻ ഡോളർ വാങ്ങി. ഇനി ഡോളർ വിറ്റിട്ട് ഞാൻ എന്ത് വാങ്ങാൻ പോവാണ്? പൗണ്ട് വാങ്ങാൻ പോവാ. അതാണ് ട്രയാങ്കുലർ ആർബിട്രേജ് കേട്ടോ. പൗണ്ട് വാങ്ങാൻ പോവാ. അപ്പൊ ബൈ പൗണ്ട് ഞാൻ വാങ്ങാൻ പോവാണ്. അല്ലെങ്കിൽ ഡോളർ ഞാൻ വിൽക്കാണ്. ഡോളർ ആണ്ട് വിൽക്കുമ്പോൾ ഇങ്ങോട്ട് പൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഡോളർ വിൽക്കാണ്, പൗണ്ട് വാങ്ങാൻ പോട്ടോ. പൗണ്ട് വാങ്ങാം. എന്റെ കയ്യില് ഒരു ഡോളർ കൊടുത്താൽ 73 പൗണ്ടേ കിട്ടുള്ളൂ. 0.73 പൗണ്ടേ കിട്ടുള്ളൂ. ഒരു ഡോളർ കൊടുത്താൽ 73 പൗണ്ടേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ബൈ പൗണ്ട് സെല്ല് ഡോളർ. ഡോളർ ഞാൻ വിൽക്കുന്നു, പൗണ്ട് ഞാൻ വാങ്ങുന്നു. ബൈ പൗണ്ട് സെല്ല് ഡോളർ. ഓക്കെ, അപ്പൊ എനിക്ക് 1368 രൂപ 55 ഡോളർ ഞാനാണ്ട് കൊടുത്താല് ഒരു ഡോളറിന് 73 പൗണ്ട് കിട്ടും. 0.73 പൗണ്ടാണ് എനിക്ക് കിട്ടുക അല്ലെ. ഇൻറ്റു 0.73 ഈക്വൽ ടു 999.04 പൗണ്ട് എന്റെ കയ്യിലുണ്ടാകും. ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് എന്റെ കയ്യിലുണ്ടാകും. 999.09 പൗണ്ട് എന്റെ കയ്യിലുണ്ട്. 0.4 പൗണ്ട് എന്റെ കയ്യിലുണ്ടാകും. സെറ്റാണോ? 0.4 ശരിക്കും ഇതിന്റെ ഡെസിമൽ എടുക്കണമെന്നുണ്ടോ? 0.42 പൗണ്ടിന്റെ കയ്യിലുണ്ടാവും. 0.42 പൗണ്ടിന്റെ കയ്യിലുണ്ടാവും. ഓക്കെ അല്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ എന്താ ഉള്ളത്? പൗണ്ട് അല്ലെ. ഞാൻ ഇന്ത്യക്കാരനല്ലേ? ഇന്ത്യക്കാരനായ ഞാൻ അവസാനം എന്റെ കയ്യിൽ എന്ത് വരണം? ഞാൻ 1 ലക്ഷം രൂപയല്ലേ മുടക്കിയത്. 1 ലക്ഷം രൂപയല്ലേ ഞാൻ മുടക്കിയത്. അവസാനം എന്റെ കയ്യിൽ രൂപ വരണം അല്ലെ. അപ്പോഴല്ലേ കച്ചവടം ലാഭമുണ്ടോ നഷ്ടമുണ്ടോ അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഈ പൗണ്ട് ഞാൻ വിറ്റിട്ട് എന്ത് ചെയ്യും? രൂപ വാങ്ങും അല്ലെ? അപ്പൊ ഈ പൗണ്ട് സെല്ല് പൗണ്ട്, ഞാൻ പൗണ്ട് വിറ്റു ആൻഡ് ദാറ്റ് ഈസ് ബൈ റുപ്പീസ് ഞാൻ വാങ്ങും. എൻ്റെ കയ്യിലുള്ള പൗണ്ട് ഞാൻ വിറ്റിട്ട് റുപ്പീസ് വാങ്ങി. ഞാൻ ഈ 999 രൂപ 999.042 പൗണ്ട് കൊടുത്താൽ ഒരു പൗണ്ടിന് 100.75 കിട്ടും. 100.75 ഇൻറ്റു 100.75. ആൻസർ 1,653 രൂപ 48 പൈസ. വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളില് 1,653 റുപ്യ. മാർക്കറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. വിത്തിൻ എ സെക്കൻഡ് മൈനർ കാൽക്കുലേഷൻ ഒളിച്ചടക്കി 653 റുപ്യ വെറും 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ കിട്ടി. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ മാക്സിമം 5 സെക്കൻഡ്സ്. വാങ്ങുന്നു, വിൽക്കുന്നു, എടുക്കുന്നു. എത്ര രൂപ ലാഭം? റൈറ്റ് നൗ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണ് കാണിച്ചത്. ഇന്നത്തെ ഡേറ്റ് സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ടൈം 2:24 2:22 സ്റ്റോക്ക് ലോകത്തിലെ കറൻസി എക്സ്ചേഞ്ചിലുള്ള വാല്യൂ ആണ് ഞങ്ങൾ കാണിച്ചത്. വിത്തിൻ സെക്കൻഡ്സ് 1 ലക്ഷം രൂപ കൊണ്ട്, അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് 1 ലക്ഷം രൂപ കൊണ്ട് 1,653 രൂപ കച്ചവടത്തിലെ ലാഭം ഉണ്ടായി. ക്ലിയർ? പരിപാടി മനസ്സിലായോ? ക്ലിയർ? പരിപാടി കൊള്ളാല്ലേ? ഇനി ഒരു മിനിറ്റ് കേട്ടോ. നമ്മള് സ്പോട്ടിലുള്ള പരിപാടിയാണ് ചെയ്തത്. സ്പോട്ടിൽ റൈറ്റ് നൗ ലൈവ് എക്സാമ്പിൾ അടുത്തത്. റൈറ്റ് നൗ ലൈവ്. ഈ ഒരു മിനിറ്റ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 എന്തേനി? നമ്മൾ ആദ്യം വാങ്ങിയത് ഡോളറാ അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ, അവിടെ മാറ്റിയത്. എക്സാമ്പിൾ 2. ഇതൊന്ന് ക്ലിയർ ആയാലേ, ക്രിസ്റ്റൽ ക്ലിയർ ആയാൽ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ എളുപ്പമുണ്ടാവും. നേരത്തെ ഞാൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായത് കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 1 ചെറിയൊരു വ്യത്യാസം. ഓക്കെ, വേറെ ഇതേ സാധനം തന്നെ ഞാനൊന്ന് മാറ്റി ചെയ്യാൻ പോവാണ്. ഇപ്പൊ കച്ചവടത്തിൽ ലാഭടിച്ചു അല്ലെ? കച്ചവടത്തിൽ എന്തടിച്ചു? ലാഭടിച്ചു. വെയിറ്റ് ചെയ്യട്ടോ. ആദ്യം നമ്മൾ ഡോളർ ആണ് വാങ്ങിയത്. ആദ്യം വാങ്ങിയത് ഡോളറാണ്. വെയിറ്റ്. ഇതാണ് ആർബിട്രേജ് എന്ന് പറയാം. ഈ കറൻസി എക്സ്ചേഞ്ച് ഞാൻ തരാം ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ചെയ്യണമെന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയും നമ്മുടെ ഒരു ഫ്രണ്ട് അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മുടെ സ്റ്റുഡൻറ്റും ഉണ്ട്, ജിക്സൺ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവൻ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാറുണ്ട് കേട്ടോ. അയ്യോ, നമ്മൾ ആ റേറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഗവൺമെന്റ് $1 ഇവിടെ ഇതല്ലേ, $1 73.07. അത്ര ആ റേറ്റ് എത്ര? നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ്, നെറ്റിന് എത്ര റേറ്റ്? ആ റേറ്റ് ഒന്ന് പറഞ്ഞേ. ഇതൊന്ന് റിവേഴ്സ് ചെയ്യാം, അപ്പൊ ഒന്നുകൂടി ശരിയാവും. അപ്പൊ ഒരു വേറെ സംഭവം 73.07 അല്ലേ? സെയിം എക്സാമ്പിൾ കേട്ടോ. $1 is equal to 73.07. പിന്നെ അടുത്ത റേറ്റ് തന്നെ 1 pound is equal to 100 point എത്രയാണ്? 100.75. 1 GBP is equal to അല്ലെ $1 is equal to 0.73 GBP. അങ്ങനെയല്ല ഇനി കറക്റ്റ് അല്ലേ? 0.73 GBP. ഓക്കെ, കഴിഞ്ഞ എക്സാമ്പിൾ 2 കേട്ടോ. ആദ്യം നമ്മൾ ബൈ ഡോളർ ആണ് ചെയ്തത്. ഇനി ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ആദ്യം പൗണ്ട് വാങ്ങാൻ വേണ്ടി പോവാ. ഏത്? ബൈ പൗണ്ട്. ഏത്? സ്റ്റെപ്പ് നമ്പർ 1, സെൽ റുപ്പി ആൻഡ് ബൈ പൗണ്ട്. പൗണ്ട് ഞാൻ വാങ്ങാൻ പോവാ കേട്ടോ. എൻ്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപ കൊണ്ട് ഞാൻ പൗണ്ട് വാങ്ങിയാല് പിന്നെ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 100.73
100.75 എനിക്ക് 1 ലക്ഷം ഡിവൈഡഡ് ബൈ 100.75 എത്ര കിട്ടും? 992.5556 GBP കിട്ടും. ഓക്കെ, സ്റ്റെപ്പ് 2. ഇസ് ഇറ്റ് ഓക്കെ മക്കളെ? ഓക്കെ അല്ലേ? 992.5556 നാക്കി, കുഴപ്പമില്ലല്ലോ. സ്റ്റെപ്പ് 2 കേട്ടോ. സ്റ്റെപ്പ് 2 പറയാട്ടോ. സ്റ്റെപ്പ് 2 992.55 പൗണ്ട് ഉണ്ട്. ഈ പൗണ്ട് കൊണ്ട് ഞാൻ ഡോളർ വാങ്ങാം. ഓക്കെ, ഒരു പൗണ്ട് കൊടുത്താല് ഒരു പൗണ്ട് കൊടുത്താല് സോറി 0.73 പൗണ്ട് കൊടുത്താല് ഒരു ഡോളർ കിട്ടും. അപ്പൊ 992.5 ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പ് 2 ബൈ ഡോളർ സെല്ല് പൗണ്ട് ബൈ ഡോളർ ആൻഡ് സെല്ല് പൗണ്ട്. ഈ ഒരു സാധനം സെല്ലിംഗ് ആണോ ബൈയിങ് ആണോ അവിടെ നടക്കുന്നത് എന്നുള്ള നല്ല കൺഫ്യൂഷൻ ആവും. അത് ഞങ്ങൾക്ക് വേറെ അതിനൊക്കെ മെത്തേഡ് ഉണ്ട് കേട്ടോ. ബൈ ഡോളർ സെല്ല് പൗണ്ട്. ഞാൻ പൗണ്ട് വിറ്റു. എന്റെ കയ്യിലുള്ള 992.55 പൗണ്ട്, ഒരു പൗണ്ടിന് 0.73 പൗണ്ട് കൊടുത്താല് ഒരു ഡോളർ കിട്ടും. അപ്പൊ ഡിവൈഡഡ് ബൈ 0.73 992.55 ഡിവൈഡഡ് ബൈ 0.73 1359.65 ഡോളർ കിട്ടും. 1359.65 ഡോളർ കിട്ടും. അവസാനം ഞാനൊരു ഇന്ത്യക്കാരനാണ് അല്ലെ, ദേശസ്നേഹം വന്നു, എനിക്ക് എന്ത് വേണം? ഇന്ത്യൻ മണി വേണം. 1300. അടുത്തത് ബൈ സെല്ല് ഡോളർ. അടുത്ത സ്റ്റെപ്പ് ചെയ്ത് സ്റ്റെപ്പ് 3 സെല്ല് ഡോളർ ബൈ റുപ്പി. സെല്ല് ഡോളർ ബൈ റുപ്പി. സെല്ല് ഡോളർ ബൈ റുപ്പി. സെല്ല് ഡോളർ ബൈ ആൻഡ് ബൈ റുപ്പി രണ്ടും ഒന്ന് തന്നെയാണ്. സെല്ല് ഡോളർ ദാറ്റ് മീൻസ് ബൈ റുപ്പി അല്ലെ. 1359.65 ഡോളർ ഞാൻ കൊടുത്താൽ ഒരു ഡോളറിന് 73 രൂപ 7 പൈസ കിട്ടും അല്ലെ. 1359.65 ഇൻറ്റു 73.07 കൊടുത്താൽ 99,349.62. കച്ചവടം ലാഭമോ നഷ്ടമോ? 1 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു. തിരിച്ച് ഒരു റൗണ്ട് അടിച്ചപ്പം എന്ത് സംഭവിച്ചു? കയ്യിലുള്ള ക്യാഷ് പോയി. 650 രൂപ 37.45 പോയി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ ലോസ് ആണെങ്കിൽ തിരിച്ചു ചെയ്യുമ്പോൾ ആദ്യം ഡോളർ വാങ്ങിയാൽ നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം പൗണ്ട് വാങ്ങിയാൽ മതി, ലാഭവും. ആദ്യം പൗണ്ട് വാങ്ങിയപ്പോ ലാഭമില്ലേനോ? അണ്ടർസ്റ്റുഡ് അല്ലേ? ഇനി ഏതാണ് ആദ്യം വാങ്ങേണ്ടത്? ഫസ്റ്റ് ഡോളർ വാങ്ങിയപ്പോഴാണ് പ്രോഫിറ്റ്? ശരി, ഫസ്റ്റ് ഡോളർ വാങ്ങിയപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടായത്, പൗണ്ട് വാങ്ങിയപ്പോഴല്ല അല്ലെ. ഫസ്റ്റ് ഡോളർ വാങ്ങിയപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടായത്, പൗണ്ട് വാങ്ങിയപ്പോഴല്ല പ്രോഫിറ്റ് ഉണ്ടായത്. ഗുഡ്, കറക്റ്റ്. വാല്യൂ കൂടണ ഓർഡറിൽ വാങ്ങണം അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇതൊരു സീനാണ്. ഓക്കെ, റെഡി? ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ആർബിട്രേജിന്റെ ഒരു ഐഡിയ കിട്ടിയോ കേട്ടോ? ഇനി നമുക്ക് ചെറിയൊരു പ്രശ്നം വരാനുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ? നമ്മുടെ CMA ക്വസ്റ്റ്യനില് ഓക്കെ ബൈയിങ് റേറ്റ് വേറെ കാരം, സെല്ലിംഗ് റേറ്റ് വേറെ കാരം. അപ്പൊ നമ്മൾ അവിടെ ബൈ ആണോ ചെല്ലുന്നത് അതല്ല സെല്ലാണോ ചെല്ലുന്നത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ വരും. നമുക്ക് ഇപ്പം പോയ പോലെ സിസ്റ്റമാറ്റിക്കലി ലോജിക്ക് വെച്ചിട്ട് കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയാൽ അതും ഒരു വിഷയമല്ല. നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? അത് കോൺഫിഡന്റ് ആണോ? നമുക്ക് നോക്കാം കേട്ടോ, നോക്കാം.
അപ്പൊ തീരുമാനമായി. ഇനി നമുക്ക് വെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോട്ട് വരുമ്പം ഇതൊന്ന് എഴുതിച്ചോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്തമെറ്റിക്കലി ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾ എഴുതിച്ചോ, എന്താന്നുള്ളത് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. ബിഡ് റേറ്റ് ചോദിച്ചു, പക്ഷെ ബിഡ് റേറ്റ് ഇല്ല. ഒന്ന് ഡയറക്റ്റിലും ഒന്ന് ഇൻഡയറക്റ്റിലോ വന്നത്. അങ്ങനെയാണെങ്കിൽ 1 ആസ്ക് റേറ്റ്. അത് ഇപ്പം പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഏതായാലും ഇത് എഴുതി വെക്ക്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് വരണം. എന്താ, ഒരട്ടം ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡോണ്ട് വറി. നമുക്ക് നോക്കാം. ഇതൊന്ന് എഴുതി വെച്ചോ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. എന്താന്നുള്ള കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. എഴുതി വെച്ചോ, ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പറയും. Hello, ma'am. Yes, ma'am. Very good afternoon. ഓക്കെ, കഴിഞ്ഞില്ല മക്കളെ. ഇനി ശ്രദ്ധിക്കേ. പിന്നെ ആർബിട്രേജ് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത പരിപാടിയില്ലേ, ഇതിനാണ് ആർബിട്രേജ് എന്ന് പറയട്ടോ. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പരിപാടിക്കാണ് ആർബിട്രേജ് എന്ന് പറയാ. അതിൽ 2 പോയിന്റ് ആർബിട്രേജ് ഉണ്ട്. 2 പോയിന്റ് ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ. പിന്നെ ലണ്ടനിൽ ഒരു പൗണ്ടിന് $1.55 കിട്ടും. ഒരു പൗണ്ടിന് ന്യൂയോർക്കിൽ 1.60 കിട്ടും. ലണ്ടനിൽ സാധനം വാങ്ങി ന്യൂയോർക്കിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുക. ഇതേപോലെ നമ്മളെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, NSE-യിൽ, BSE-യിൽ ഓക്കെ. NSE-യിൽ റിലയൻസിന്റെ ഷെയറിന്റെ വില 2172.50. BSE-യിൽ അറ്റ് ദ സെയിം ടൈം ഷെയറിന്റെ വില 2173. ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ട് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് 2 പോയിന്റ് ആർബിട്രേജ്. ഇവിടെ കാൽക്കുലേഷനിൽ സീനൊന്നുമില്ല. ₹1 കണ്ടോ, ഒരു ബ്രിട്ടീഷ് പൗണ്ടിന് 1.55, ഒരു ബ്രിട്ടീഷ് പൗണ്ടിന് $1.55 കിട്ടും. ഒരു ബ്രിട്ടീഷ് പൗണ്ടിന് ഇവിടെ 1.60 കിട്ടും. അപ്പൊ ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് വിറ്റു. സിമ്പിൾ, അത്ര ഉള്ള പരിപാടി. ഓക്കെ, ക്ലിയർ. പ്രൈസ് ഡിഫറൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് 2 പോയിന്റ് ആർബിട്രേജ്. ഇതൊന്ന് എഴുതി തൊളിക്കാം. 2 പോയിന്റ് ആർബിട്രേജ് 3 പോയിന്റിലാണ് നമ്മുടെ കാര്യം. അതൊന്ന് എഴുതി തൊളി പെട്ടെന്ന് കഴിഞ്ഞാൽ പറയും.
Okay, everybody. Finish it off. കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇനി ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോണ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നത്തെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ട്രയാങ്കുലർ ആർബിട്രേജ് ഉണ്ട്, പിന്നെ ഇൻഫ്ലേഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഓരോന്ന് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ്, നമ്മുടെ എന്താ പറയാ സ്റ്റഡി എന്താണ് സ്റ്റഡി വർക്ക് അല്ലെ, സ്റ്റഡി വർക്ക് എന്തിന്റെ പേര്, വർക്ക് സ്റ്റഡി അല്ലെ, വാട്ട് ഇസ് ദാറ്റ്? അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഓരോന്നോരോന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ നോക്കാം, ഓരോന്നോരോന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, എഴുതിക്കോളൂ. ഇൻ ജൂലൈ 1 year ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 4% ഓൺ സ്വിസ് ഫ്രാങ്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സ്വിസ് ഫ്രാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് സ്വിറ്റ്സർലാൻഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് 4%. സ്വിറ്റ്സർലാൻഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് 4% ആൻഡ് 13% ഓൺ US$. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് US$ എന്ന് പറയുമ്പോൾ US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് 13%. US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് 13%. ഇഫ് ദ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് 1 Swiss franc, ഏത് 1 Swiss franc is $0.63 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ 1 year? ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ്. ഏത് കറൻസിയാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുക, ഏത് കറൻസിയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. ആൻസർ കിട്ടിയോ? 1 Swiss franc 0.63 ആണ്. ഏത് രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ? അതിനുള്ള മറുപടി പറയും. സ്റ്റെപ്പ് നമ്പർ 1 പറ. ഏത് രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ? അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, പിന്നെ സ്വിറ്റ്സർലൻഡിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായത് കൊണ്ട് ഇത് ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ സ്വിസ് ഫ്രാങ്ക് എന്ത് ചെയ്യും? അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോ ഒരു സ്വിസ് ഫ്രാങ്ക് കൊടുത്താൽ, ശ്രദ്ധിക്കേ, ഒരു സ്വിസ് ഫ്രാങ്ക് കൊടുത്താൽ $0.63 അല്ലെങ്കിൽ $63 കിട്ടുന്നിടത്ത് സ്വിസ് ഫ്രാങ്ക് ശക്തിപ്പെടും, US$ ദുർബലമാകുമ്പോ 63 കിട്ടിയ സാധനം 63 താഴോട്ട് പോകുമോ, 63 മുകളിലോട്ട് പോവോ? ദുർബലമായത് മുകളിലോട്ടാണ് പോവുക, ദുർബലമായത് താഴോട്ടാണ് പോവുക. എങ്ങോട്ടാ പോവുക? എന്താ അഭിജിത്തെ? ഒരു ഫ്രാങ്ക് കൊടുത്തപ്പോ, ഞാനൊരു 100 രൂപ കൊടുത്തപ്പോ എനിക്ക് 63 കോഴിമുട്ട കിട്ടി. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിലുള്ള 100 രൂപ ശക്തിപ്പെട്ടു. അങ്ങനെ 100 രൂപ ശക്തിപ്പെട്ടാൽ 63 കൂടുതൽ കിട്ടുമോ, 63 കുറച്ച് കിട്ടുമോ? 63 കൂടുതൽ കിട്ടും അല്ലെ? ശരിയാണ്, അപ്വാർഡാണ്, കറക്റ്റ് കേട്ടോ. US$ ദുർബലമായി എന്ന് പറഞ്ഞാല് 63 രൂപ കൊടുത്തിട്ട് ഒരു സ്വിസ് ഫ്രാങ്ക് വാങ്ങേണ്ട അമേരിക്കക്കാരന് 63 കൂടുതൽ കൊടുക്കണം. 63 കൂടുതൽ കൊടുക്കണം കേട്ടോ. അപ്പൊ $0.63 ഇൻറ്റു ആൻസർ 1.13 ഡിവൈഡഡ് ബൈ 1.04. ഇതാണോ ശരി? അതല്ല, 0.63 ഇൻറ്റു 1.04 ഡിവൈഡഡ് ബൈ 1.13. ഇതാണോ ശരി? ഏതാ ശരി? ഫസ്റ്റ് വൺ അല്ലേ? ഇതാണ് സ്പോട്ട് റേറ്റ് ഇൻഡോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഹോം കറൻസി ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ. പക്ഷെ നമ്മളെ ലോജിക്കാണ് നല്ലത്, ഫോമുലൊന്നും വേണ്ടല്ലോ, ലോജിക്ക് തന്നെയല്ലേ നല്ലത്. ഫസ്റ്റ് വൺ അല്ലേ കറക്റ്റ് അല്ലെ? 1.13 ഡിവൈഡഡ് ബൈ 1.04 ഇൻറ്റു 0.63. ആൻസർ 0.6845 is the answer. 0.6845 is the answer. ഓക്കെ, ബാക്കിയുള്ള ആളുകളൊന്നും ആൻസർ പറഞ്ഞില്ല. 0.6845 is the answer. Shall I go? ഓക്കെ, നെക്സ്റ്റ്. അടുത്ത് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയും. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്നുള്ളത് ഒരു തിയറിയാണ്. പിന്നെ
ഈ തിയറിന്റെ ലോജിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പർച്ചേസിംഗ് പവർ പാറ്റേണിന്റെ ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാം പറയുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് എഴുതിയിരിക്കുക കേട്ടോ. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ്. ബിറ്റ്വീൻ ഇത് ക്വസ്റ്റ്യൻ ഇത് ബിറ്റ്വീൻ 2000 ആൻഡ് 2005, between 2000 and 2005, between 2000 and 2005, the yen to dollar, yen divided by dollar rate moved from 226.63 to yen to dollar moved to 93.96 ആയി അല്ലെ. $1 കൊടുത്താൽ 226.63 yen കിട്ടും. $1 കൊടുത്താൽ ഇപ്പോൾ 93.96 yen കിട്ടുന്നുള്ളൂ. ഓക്കെ, കിട്ടുന്നുള്ളൂ. ഡ്യൂറിംഗ് ദി സെയിം 15-year പീരീഡ് ശ്രദ്ധിക്കേ, ജപ്പാനിലെ ഇൻഫ്ലേഷന് തീരെ ഇല്ലാത്ത രാജ്യമാണ് ജപ്പാന്. ഡീഫ്ലേഷൻ ഉള്ള രാജ്യമാണ് ജപ്പാന്. മറ്റുള്ള അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഒരു 3 to 4% ഉള്ള രാജ്യമാണ് അമേരിക്ക. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് ടൈം during this same 15-year period, the consumer price index CPI in Japan, consumer price index CPI in Japan rose from 91 to 119.2. 119.2 15 കൊല്ലം കൊണ്ടാണ് ആ ഗ്രോത്ത്. 91 എന്നുള്ളത് 119 ഇസ് വെരി വെരി ലോ. 91 എന്നുള്ളത് എത്ര? 119.2 അല്ലെ. 91 എന്നുള്ളത് 119.2. 119.2 ഡിവൈഡഡ് ബൈ 91 to the power 15 reciprocal. ആൻസർ 1%, 1.8% ഇൻഫ്ലേഷൻ ഉള്ളത് ജപ്പാനില്. ആകെ പോട്ടെ. ഓക്കെ, ഞാൻ എന്റെ ജോമെട്രിക് മീൻ കണ്ടതാണ്. 1.8% ഇൻഫ്ലേഷൻ ഉള്ളൂ എവിടെ? ജപ്പാനില് കേട്ടോ. ഓക്കെ, 91 നിന്ന് 119.2 ആയി. ആൻഡ് ദ US CPI റോസ് ഫ്രം ഇത് ജപ്പാനിലെ കാര്യം കേട്ടോ. US CPI റോസ് ഫ്രം ലെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റോസ് ഫ്രം 82.4 നിന്ന് 152.4 ആയി. 152.4 ആയി. ഓക്കെ, 152.4 ആയി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, if purchasing power parity held over this period, what would be the if purchasing power parity hold, what would be the yen alle, what would be the yen to yen by dollar exchange rate have been in 2015? What would be the yen exchange rate in 2015 എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര സീനായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയും ഇറ്റ് ഇസ് വെരി വെരി സിമ്പിൾ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയാട്ടാ. കഴിഞ്ഞോ? ഓവർ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. നിങ്ങൾ ഇൻകം ടാക്സ് പഠിച്ചപ്പോൾ, ഡയറക്റ്റ് ടാക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സിന്റെ ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 48 ഓഫ് ഇൻകം ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓർമ്മണ്ടോ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയും അല്ലെ. 1990 ഒരാള് ഒരു ബിൽഡിംഗ് 30 കോടിക്ക് വാങ്ങി. ഈ ബിൽഡിംഗ് ഇയാള് 2015 അല്ലെങ്കിൽ 2019 ഈ ബിൽഡിംഗ് ഇയാള് 100 കോടിക്ക് വിറ്റു. 100 കോടിക്ക് ഇയാള് വിറ്റപ്പം ഇയാൾക്ക് 70 കോടി റുപ്യ ലാഭമുണ്ട്. എത്ര കോടി റുപ്യ ലാഭമുണ്ട്? 70 കോടി റുപ്യ ലാഭമുണ്ട്. ക്യാപിറ്റൽ ഗെയിന് 20% ടാക്സ് ഇറക്കണം. 70ന്റെ 20% ടാക്സ് ഇറക്കണം, അഥവാ 14 കോടി ടാക്സ് ഇറക്കണം എന്ന് പറഞ്ഞ് ഇയാൾക്ക് നോട്ടീസ് വന്ന്. ഓക്കെ, അപ്പൊ ഇയാള് ഇത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവിടെ ചെയ്യാൻ പോണത്
1991 ഇൻഡെക്സ് നമ്പർ എത്ര നോക്കും? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്ര നോക്കും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കയറും. 1990 ഇൻഡെക്സ് നമ്പർ സപ്പോസ് 248 ആണ്. 1990 ഇൻഡെക്സ് നമ്പർ 248 ആണ്. 2019 ഇൻഡെക്സ് നമ്പർ ഓക്കെ സപ്പോസ് 562 ആണ് എങ്കിൽ, ഓക്കെ ഇതിന്റെ ലോജിക്ക് ഇങ്ങനെയാണ് എങ്കിൽ, ഓക്കെ ഇയാളവിടെ ചെയ്യാൻ പോണത് പണ്ടത്തെ 30 കോടി എന്ന് പറയുന്നത്, പണ്ടത്തെ 30 കോടിയുടെ ഇന്നത്തെ വില അതെങ്ങനെ കാണാം? 30 കോടി ഇൻറ്റു 562 ഡിവൈഡഡ് ബൈ 248. ദ ന്യൂ ഇൻഡെക്സ് നമ്പർ ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് നമ്പർ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മണ്ടോ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പൊ അന്നത്തെ 30 കോടി അന്നത്തെ 30 കോടിന്റെ ഇന്നത്തെ വില 30 ഇൻറ്റു 562 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 562 ഡിവൈഡഡ് ബൈ 248 67.98 കോടിയാണ്. 67.98 കോടിക്ക് വാങ്ങിയ ബിൽഡിംഗ് നിങ്ങൾ 100 കോടിക്ക് വിറ്റു. ദ പ്രോഫിറ്റ് ഈസ് 100 മൈനസ് 67.98. 32.202 കോടിയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഈ 32.202 കോടിയുടെ 20% നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. അഥവാ 14 കോടി അടക്കണ്ട, മറിച്ച് 6.404 കോടി നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. ഈസ് ഇറ്റ് ക്ലിയർ? ഈ എക്സാമ്പിൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾ പഠിച്ചല്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചതല്ലേ? അല്ലേ? ഓക്കെ, ക്ലിയർ? കൺസെപ്റ്റ് ക്ലിയർ? ഓക്കെ. ഇനി അതന്നെയാണ് സംഭവം കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഒരു നാട്ടിലെ ഇൻഫ്ലേഷൻ എത്ര ഉണ്ട് നോക്കാനുള്ള പരിപാടി എന്താ? 2000 എന്ന് പറയുന്ന കൊല്ലത്തിലെ ഇൻഡെക്സ് നമ്പർ ശ്രദ്ധിക്കുക. 2000 എന്ന് പറയുന്ന കൊല്ലത്തിലെ ഇൻഡെക്സ് നമ്പർ 91 ആണ്. ഓക്കെ. 2015 എന്ന് പറയുന്ന കൊല്ലത്തിലെ ഇൻഡെക്സ് നമ്പർ 119.2 ആണ്. ഇത് എവിടുത്തെ കാര്യമാണ്? ജപ്പാനിലെ കാര്യമാണ്. ഇത് ജപ്പാനിലെ കാര്യമാണ്. യു എസിലെ കാര്യം എന്ന് പറയുന്നത് 2000-ലെ യു എസിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 82.4 ആണ്. 2015-ലെ യു എസിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 152.4 ആണ്. വാട്ട് ഈസ് ദ ഇൻഫ്ലേഷൻ റേറ്റ്? അല്ലെ? 119.2 ഡിവൈഡഡ് ബൈ 91. 119.2 ഡിവൈഡഡ് ബൈ 91. ഇതാണ് എവിടുത്തെ ഇൻഫ്ലേഷൻ? ഇൻറ്റു 100 അടിച്ചാൽ അതും കിട്ടും. ഇൻറ്റു 100 അടിച്ചാൽ ഇതാണ് നമ്മുടെ ജപ്പാനിലെ ഇൻഫ്ലേഷൻ. ഓക്കെ. 119.2 ഡിവൈഡഡ് ബൈ 91 ഇൻറ്റു 100 അല്ലെ? ജപ്പാനില് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 130.98 ആണ് ജപ്പാനില്. ഓക്കെ. യു എസിലെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്, റിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 182.4 ഡിവൈഡഡ് ബൈ 82.4 ഇൻറ്റു 100. ഇതാണ് യു എസിലെ കേസ്. ഓക്കെ. 182.4 ഡിവൈഡഡ് ബൈ 82.4 ഈ ഇൻറ്റു 100 അല്ലെ? ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 184.95 ആണ്. അമേരിക്കയിൽ 84.95% പണപ്പെരുപ്പം ഉണ്ടായി അല്ലെ? ജപ്പാനില് 30.98% പണപ്പെരുപ്പം ഉണ്ടായി അല്ലെ? ഏത് രാജ്യത്താണ് കൂടുതൽ പണപ്പെരുപ്പം ഉണ്ടായത്? യു എസിലാണോ അമേരിക്കയിലാണോ? ശരി, യു എസിലാണോ ജപ്പാനിലാണോ? അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? പണപ്പെരുപ്പം കൂടുതലുള്ള രാജ്യത്ത്, ഇൻഫ്ലേഷൻ കൂടുതലുള്ള രാജ്യത്തിന്റെ കറൻസി അപ്രീസിയേഷൻ ആണോ ചെയ്യുക, ഡിപ്രീസിയേഷൻ ആണോ ചെയ്യുക? ഡിപ്രീസിയേഷൻ ചെയ്യും അല്ലെ? വാല്യൂ ചെറുതാകും. വാല്യൂ എന്തെയും? ചെറുതാകും കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്ക്. ഇനി ശ്രദ്ധിക്കേ, കൊല്ലവർഷം 2000-ല് 226 അല്ലെ? 226.63 കിട്ടും. $1 കൊടുത്താൽ 226.63 കിട്ടും. അത് ചെറുതാകണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റി. ഒരു ഇൻഫ്ലേഷൻ ഇത്, ഒരു പോസിബിലിറ്റി 184.95 ഡിവൈഡഡ് ബൈ 130.8. ഈ 226 ചെറുതാകണം. ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ?
226.63 ഇൻറ്റു 184.95 ഡിവൈഡഡ് ബൈ 130.98. ആൻസർ 320 ആണ് ആകുക. $1 ഈക്വൽ ടു 320 N അല്ലെ? അത് ശരിയാവാൻ ചാൻസ് ഉണ്ടോ? അല്ല. ദിസ് ഇസ് റോങ് ആൻസർ. ദിസ് ഈസ് റോങ് ആൻസർ. മറ്റൊരു പോസിബിലിറ്റി 226.63 ഇൻറ്റു 130.98 ഡിവൈഡഡ് ബൈ 184.95. ഓക്കെ, നോക്ക്. 226.63 ഇൻറ്റു 130.98 ഡിവൈഡഡ് ബൈ 184.95. ആൻസർ 160.49 N ഫോർ $1. ഇതിൽ ഏതാ ശരി? ഫസ്റ്റത്താണോ രണ്ടാമത്താണോ ശരി? സെക്കൻഡ് വൺ. ഫസ്റ്റത്താണോ രണ്ടാമത്താണോ ശരി? രണ്ടാമത്തല്ലേ ശരി. അപ്പൊ അതാണ് ആൻസർ കേട്ടോ. അതാണ് ആൻസർ. ഇനി ഒന്നും കൂടി പറയട്ടോ. ഇത് ക്ലിയർ ആവാത്തവരുണ്ടാവാ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാ പോയത്. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കമ്പ്യൂട്ട് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഇൻഫ്ലേഷൻ അറിയില്ലേ? പുതിയ ഇൻഫ്ലേഷൻ ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഫ്ലേഷൻ കേട്ടോ. സോറി, പുതിയ ഇൻഡെക്സ് നമ്പർ ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് നമ്പർ. ജപ്പാനിലെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്? 119.2 ഡിവൈഡഡ് ബൈ 91 ഇൻറ്റു 100 130.98 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 വർഷത്തിന്റെ ചേഞ്ച് 30.98% കൂടി എന്നാണ് അതിന്റെ അർത്ഥം. US 82.4 ഉള്ളത് 182.4 കഴിഞ്ഞ 15 വർഷത്തെ ബേസ് ചെയ്യുമ്പോൾ 184.95 എന്ന് പറഞ്ഞാൽ 84% സാധനങ്ങളുടെ വില കൂടി. അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടി, ഇൻഫ്ലേഷൻ കൂടി. ഇൻഫ്ലേഷൻ കൂടിയാൽ കറൻസി റേറ്റ് കുറയും. കറൻസി റേറ്റ് കുറയുക എന്ന് പറയുമ്പോൾ അല്ലെ, നിലവിലുള്ള കറൻസി റേറ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് 226.63 ആണ്. ആ 226.63 ശരിക്കാവേണ്ടത് 160.49 ആണ് ബൈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി പ്രകാരം. പക്ഷെ യഥാർത്ഥത്തിലായത് അതിനേക്കാളും കുറവാണ് ആയത്. ഓക്കെ, അങ്ങനെ ആൻസർ ഇല്ലേ? 160.49 നമുക്ക് കിട്ടിയത് 51 എന്നാണ് യഥാർത്ഥ ആൻസർ കേട്ടോ. നമ്മളെ പോയിന്റ് എടുക്കുന്നതിന്റെ മിസ്റ്റേക്ക് കേട്ടോ. ഹലോ, ഇതാർക്കെയും മനസ്സിലാകത്തുണ്ടോ? സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണോ? ക്ലിയർ ആണ്? ബാക്കിയുള്ള ആളുകൾക്ക് പറയും. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണോ? ക്ലിയർ ആണ്, വെരി ഗുഡ്. വാട്ട് അബൌട്ട് നമ്മുടെ സവി? ഓക്കെ, ക്ലിയർ ആണ്, സീനൊന്നുമില്ല. അപ്പൊ എല്ലാം തലയിൽ കയറിട്ടോ. അങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫോർവേഡ് റേറ്റ് കേട്ടോ. എഴുതിക്കോ. എഴുതിക്കോ. 90-day interest rate. 90-day interest rate in USA. 90-day interest rate in USA is 1.85%. 90-day interest rate is 1.85% in USA. 1.85% in USA and 1.35% in UK. 1.85% in USA. 1.85% in USA and 1.35% in UK. And current spot exchange rate is $1.6 to pound. $1.6 divided by pound. That means 1 pound is equal to $1.6 US. എങ്ങനെ വായിക്കാം? $1.6 to pound അല്ലെ? $1.6 to pound എന്നെങ്ങനെ വായിക്കുക? ഇത് വായിക്കല് 1 pound അല്ലെ? 1 pound is equal to 1 GBP is equal to 1.6 US. 1 Great British Pound is equal to 1.6 US. The 90-day forward rate is 90-day forward rate is എന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചോളൂ. 90-day forward rate 1 GBP equal to 1.6 US. അല്ലെ? US
interest rate 1.85% ആണ്. യുകെയിലെ ഇൻട്രസ്റ്റ് റേറ്റ് 1.35% ആണ്. അങ്ങനെയാണെങ്കിൽ ഡോളർ ഓക്കെ കിട്ടിയ ആൻസർ ആൻസർ ഓപ്ഷൻസിലുണ്ടല്ലോ. ഉണ്ട് ഓപ്ഷൻസിലുണ്ട്. ഓപ്ഷൻസിലുണ്ട് കേട്ടോ. ഓക്കെ ഡിസ്കഷൻസ് നോക്ക് ശ്രദ്ധിക്കുക. 1 GBP അല്ല ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് ഈക്വൽ ടു 1.6 US$ ആണ്. യുഎസിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. ദിസ് ഈസ് ഹൈ ആണ്. യുകെയിലെ ഇൻട്രസ്റ്റ് റേറ്റ് 1.35 ആണ്, ലോ ആണ്. ഏത് രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ കൂടുതലുള്ളത് ആ രാജ്യത്തിന്റെ കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. $1.6 കൊടുത്താൽ 1 പൗണ്ട് കിട്ടുമെങ്കിൽ ഈ രാജ്യത്തിന്റെ യുഎസിന്റെ കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചതിനാൽ, ശ്രദ്ധിക്കണേ, യുഎസിന്റെ കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചതിനാൽ ഇനി $1.6 കൊടുത്താൽ 1 പൗണ്ട് കിട്ടില്ല, ഇതിനേക്കാളും കൂടുതൽ കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളത്. 1.6 ഇൻറ്റു ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 1.85. അപ്പൊ 1.85% പറഞ്ഞാൽ 1.0185 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 1.35 ഇതാണ് ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി 1.6 ഇൻറ്റു 1.0135 ഡിവൈഡഡ് ബൈ 1.0185. ഇതിലേതാ ശരി? കൂടുതൽ കൊടുക്കണം, കുറച്ച് കൊടുക്കണം? കൂടുതൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ 1.0185 ഡിവൈഡഡ് ബൈ 1.0135 ഇൻറ്റു 1.6 എന്നടിച്ചാൽ ആൻസർ 1.607893 എന്ന് കിട്ടും. This is the answer. കൂടുതൽ കൊടുക്കണം. This is the right answer. ഇതാകുമ്പോ കുറയാ ചെയ്യാ. This is the wrong answer. സെറ്റ് അല്ലേ? ഈ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ്? കറൻസി എക്സ്ചേഞ്ച് പഠിക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ച മൊത്തം SFMന്റെ ടോപ്പിക് ഇല്ലേ, ആ SFMന്റെ ടോപ്പിക് മൊത്തമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറൻസി എക്സ്ചേഞ്ചിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഹൈ ടഫ്, ലോ ടഫ്, ഹൈ ടഫ്, മീഡിയം, ആവറേജ്, ലോ ടഫ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ടഫ് കുറവാണ്, മീഡിയം ആണ്, കൂളാണ്? ഏതാണ് കണ്ടന്റ് കൂടുതൽ ഉണ്ടായിരുന്നത്? നമ്മുടെ ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ ഏറ്റവും ടഫായ ടോപ്പിക് ഏതായി? നമ്മുടെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ ആണോ, അതല്ല ഫസ്റ്റിലെ ഭാഗം സെറ്റ് എ ആണോ, സെറ്റ് ബി ആണോ, സെറ്റ് സി ആണോ, സെറ്റ് ഡി ആണോ? ഏതാണ്? വിച്ച് വൺ ഈസ് ടഫ്? എ, ബി, സി, ഡി ഇതിൽ ഏതാ ടഫ്? വാട്ട് ഡു തിങ്ക്? ഓപ്ഷൻസ് ആണോ ടഫ്? സെഷൻ സി കണ്ടന്റ് കൂടുതലാണ്. സെഷൻ സിയിലെ മറ്റേ കാൽക്കുലേഷൻസ് അല്ലേ, ബീറ്റ കാണാനോ അങ്ങനെയല്ലേ? ബീറ്റൊക്കെ എളുപ്പാട്ടോ, അതിനൊക്കെ ഷോർട്ട് കട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ബീറ്റ കാണാൻ, നിങ്ങളെ കൊവേരിയൻസ് കാണാനൊക്കെ ഷോർട്ട് കട്ടുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട, വേറെ കുറെ ഈസി മെത്തേഡുകളുണ്ട്. നമ്മളതിൽ മാസ്റ്ററാ. ഓക്കെ,
ഞാൻ ചിലപ്പോൾ ഈ ആഴ്ചക്ക് CFA കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങ് തരണ്ടി കേട്ടോ. പറ്റുമെങ്കിൽ നോക്കട്ടെ. അതിന്റെ കാൽക്കുലേഷൻ ഫുൾ അങ്ങനത്തെ കാൽക്കുലേഷൻ പോർട്ട്ഫോളിയോ വേരിയൻസ് അങ്ങനത്തെ അല്ലേ നോക്കട്ടാ. ഓക്കെ, ഇനി അടുത്തത് എഴുതുക. നമ്മൾ ചെയ്തോന്നല്ലേ. The current spot rate for ഇതിൽ ടെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവണ്ട കേട്ടോ. നോക്കുക, the current spot rate for $66 ചെയ്തോളി. Current spot rate, that means $1 is equal to 66. The expected inflation rate in India, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ, ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 6.5%, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ. ആൻഡ് ഇൻ യുഎസിലെ ഇൻഫ്ലേഷൻ 3%. എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഡോളർ എ ഇയർ ഹെൻസ്. ഡോളറിന്റെ ആഫ്റ്റർ 1 ഇയറിൽ ഡോളറിന്റെ റേറ്റ് എന്താണ്? ഇത് ഇന്ത്യ, ഇത് US അല്ലെ. ഏത് രാജ്യത്തെ ഇൻഫ്ലേഷൻ ആണ് കൂടുതൽ? അല്ലെ, ഇൻഫ്ലേഷൻ ഏത് രാജ്യത്താണ് കൂടുതൽ? ഇന്ത്യയിലാണോ ഇൻഫ്ലേഷൻ കൂടുതൽ? US-ലാണോ ഇൻഫ്ലേഷൻ കൂടുതൽ? ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 6.5-ഉം US-ലെ ഇൻഫ്ലേഷൻ 3%-ഉമാണുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഇന്ത്യൻ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യും, ഡോളർ അപ്രീസിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ $1 കൊടുത്താൽ 66 കിട്ടുമെങ്കിൽ ഇനി $1 കൊടുത്താൽ ഡോളർ അപ്രീസിയേറ്റ് ചെയ്ത് ശക്തിപ്പെട്ടു. അപ്പൊ 66-ന് പകരം 66-ൽ കൂടുതൽ നമുക്ക് കിട്ടും. 66-ൽ കൂടുതൽ കിട്ടണമെങ്കിൽ 2 പോസിബിലിറ്റി ഉള്ളൂ. 66 × 1.065 ഡിവൈഡഡ് ബൈ 1.03. ഇതാണ് ഒരു പോസിബിലിറ്റി. 66 × 1.03 ഡിവൈഡഡ് ബൈ 1.065. ഇതിൽ ഏതാ ശരി? ഫസ്റ്റ് ആണോ രണ്ടാമത്താണോ? ഏതാ ശരി? ഫസ്റ്റത്തെ ശരി അല്ലെ? അപ്പൊ ആൻസർ എത്ര? ഫൈനൽ ആൻസർ. വാട്ട് ആൻസർ യു ഗോട്ട്? ഇതിലേതാ ശരി? ഇന്ത്യൻ മണി ഡിപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പണം കൊടുക്കണം $1 കിട്ടാൻ. അതുകൊണ്ട് 66 × 1.065 ഡിവൈഡഡ് ബൈ 1.03 എന്ന് ചെയ്യുമ്പം ആൻസർ വരുന്നത് 68.24 ഇങ്ങനെ ചെയ്യുമ്പം 1.03 ഡിവൈഡഡ് ബൈ 1.065 ഇൻറ്റു 66 എന്ന് ചെയ്യുമ്പോൾ 63 കുറച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. ദിസ് ഈസ് റോങ്. ദിസ് പാർട്ട് ഈസ് റോങ്. ദിസ് പാർട്ട് ഈസ് റൈറ്റ്. ബട്ട് ദ ആൻസർ ഈസ് 68.24. അങ്ങനെ ഒരു ഓപ്ഷൻസിലുണ്ടോ? അപ്പൊ നമുക്ക് തെറ്റിയതാണോ? ടെക്സ്റ്റ് ബുക്കിൽ തെറ്റിയതാണോ? അവര് ടെക്സ്റ്റ് ബുക്കിൽ വന്ന മിസ്റ്റേക്ക് ആട്ടോ? ഇല്ല, അവർ കൊടുത്തത് D ആണ് കൊടുത്തത്. ദിസ് ഈസ് ദി ആൻസർ. എനിക്ക് തോന്നുന്നു ഈ 68-ന്റെ പ്രിന്റ് മിസ്റ്റേക്ക് വന്നേക്കാരം. 68-ന്റെ ഈ 8 ഇങ്ങോട്ട് മാറിയതേക്കാരം, പ്രിന്റ് മിസ്റ്റേക്ക് വന്നതേക്കാരം. ഇതാണ് അവർ കൊടുത്തത്. എന്തായാലും കൂടുതൽ കൊടുക്കണം എന്നുള്ള തർക്കമില്ല. ഓക്കെ, ആൻസർ 68.24 ആണ് കറക്റ്റ് ആൻസർ. 66 ഇതൊരു നിലക്കും വരുന്നില്ല. 1 മന്തോ അങ്ങനെയുള്ളല്ലോ അല്ല. കറണ്ട് സ്പോട്ട് റേറ്റ് ഫോർ US എക്സ്ചേഞ്ച് റേറ്റ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ എക്സ്പെക്ടഡ് എ ഇയർ ഹെൻസ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പൗതിത്താ മതി. 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻഫ്ലേഷന്റെ പൗതി ഇട്ടാൽ മതി. 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ 4-1 ഇട്ടാൽ മതി. അതൊന്നല്ല, ഒരു കൊല്ലം കഴിഞ്ഞാണ്. ക്ലിയർ മിസ്റ്റേക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് 68.24 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ മക്കളെ. കിളി പോയോ? ഇല്ലല്ലോ, എല്ലാം ക്ലിയർ ആ. ഇതുവരെടുത്തൊക്കെ ക്ലിയർ അല്ലേ? ഇനി സാധനം വരാണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോഴും എത്തിയില്ല. ഓക്കെ നോക്കാം. ക്വസ്റ്റ്യൻ
ഇനിയാണ് സാധനം നോക്കുക. നോക്കുക. The following rates are prevailing. 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 എന്താ വായിക്കുക? യൂറോ അല്ലേ? അല്ല, അത് യൂറോ അല്ലേ ഫസ്റ്റത്തത്? യൂറോ അല്ലേ? Euro divided by US dollar equal to 1.196/1.1925. Dollar divided by pound. Dollar divided by pound is 1.42/1.47. What will be the cross rate? What will be the cross rate എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. അഥവാ യൂറോ ഡിവൈഡഡ് ബൈ പൗണ്ട് എന്നാണ് ചോദ്യം. യൂറോ ഡിവൈഡഡ് ബൈ പൗണ്ടിന്റെ റേറ്റ് എന്താണെന്നാണ് ചോദ്യം. What will be the cross rate? Euro divided by pound. അതാണ് ചോദ്യം. ക്രോസ് റേറ്റിന്റെ ആദ്യത്തെ കാൽക്കുലേഷനാ. ഞാൻ തുടങ്ങട്ടെ മക്കളെ. എക്സ്ക്യൂസ് മീ, ഞാൻ തുടങ്ങട്ടെ കാൽക്കുലേഷൻ. ഒന്നും പറഞ്ഞില്ല. ഓക്കെ, നൗ എക്സ്ക്യൂസ് മീ, ഒന്നും പറഞ്ഞില്ല നിങ്ങള്. ഓക്കെ, നോക്കട്ടോ. ആദ്യം എങ്ങനെ ഇത് $1 ഈക്വൽ ടു 1.1916/1.1925 യൂറോ ആണ് യഥാർത്ഥത്തിൽ ഇത്. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് പിന്നെ 1 GBP ഈക്വൽ ടു 1.42/1.47 US ഡോളർ ആണ്. വാട്ട് വിൽ ബി ദി ക്രോസ് റേറ്റ് എന്നാണ് ചോദ്യം. ഇത് പറയുന്നത് കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇതാണ് നമ്മുടെ ബിഡ് പ്രൈസ്, ഇതാണ് നമ്മുടെ ആസ്ക് പ്രൈസ്. ഇതുപോലെ രണ്ട് റേറ്റ് വേണം ഫൈനൽ ആൻസറിൽ. ഫൈനൽ ആൻസറിൽ രണ്ട് റേറ്റ് വേണം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ക്രോസ് റേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് റേറ്റ് വേണം, രണ്ട് ആൻസറും നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുക. യൂറോ ഡിവൈഡഡ് ബൈ ഡോളർ. യൂറോ ഡിവൈഡഡ് ബൈ ഡോളർ ഈക്വൽ ടു 1.1916. അതാണ് നിൽക്കട്ടെ, ഒരു കാൽക്കുലേഷൻ എടുക്കുക. ആദ്യം നമ്മൾ എന്തിന്റെ കാണാൻ അറിയോ? ബിഡിൻ്റെത് കാണാം. ബിഡിൻ്റെത് കേട്ടോ. ആദ്യം ബിഡിൻ്റെത് കാണാൻ പോകേണ്ടതാണ്. ബിഡിന്റെ കേട്ടോ 1.16. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോളർ ഡിവൈഡഡ് ബൈ what is this? Pound, GBP. Dollar divided by GBP equal to 1.42. Now you have to find out cross rate. Cross rate എന്ന് പറഞ്ഞാല് യൂറോ ഡിവൈഡഡ് ബൈ GBP നിങ്ങൾ കാണണം. യൂറോ ഡിവൈഡഡ് ബൈ GBP. ഓക്കെ, ആൻസറിൽ നിങ്ങൾ ഇങ്ങോട്ട് ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആൻസറിൽ യൂറോ മുകളിൽ വരണം, GBP അടിയിൽ വരണം. യൂറോ മുകളിൽ വരണം, GBP അടിയിൽ വരണം എന്നുണ്ടെങ്കിൽ തന്ന സാധനങ്ങൾ നോക്കുക. യൂറോ ഡിവൈഡഡ് ബൈ ഡോളർ. ഓക്കെ, ഡോളർ ബൈ GBP. ഡോളർ ഡിവൈഡഡ് ബൈ GBP. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോളറും കട്ട് ചെയ്യും. അപ്പൊ ആൻസർ 1.196 ഇൻറ്റു 1.42. ഇതാണ് ആൻസർ. 1.1916 ഇൻറ്റു അല്ലെ 1.42 is the answer. So answer is 1.692072 is the bid rate. Is it clear? Is it clear? Is it clear?
Everybody? Bid rate കിട്ടിട്ടോ. ഇവിടെ മിസ്റ്റേക്ക് എന്നോ 1.1916 into 1.42. ഫസ്റ്റത്തെ റേറ്റ് തന്നെ. ബിഡ് ഇൻറ്റു ബിഡ് 4247 അല്ല കേട്ടോ. ആൻസർ 1.692072 എന്നാണ് ആൻസർ. ബിഡ് ഇൻറ്റു ബിഡ് കേട്ടോ, 47 അല്ല. ബിഡ് ഇൻറ്റു ബിഡ് നേരത്തെ ഒരു പോയിന്റ് ചെയ്തില്ലല്ലോ. ബിഡ് ഓഫ് സി ഈക്വൽ ടു, അതൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ പറയും ഇത് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഞാൻ അപ്പൊ അത് പറയില്ല എന്ന് പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയേ. ബിഡ് ഓഫ് സി ഈക്വൽ ടു ബിഡ് ഓഫ് എ ഇൻറ്റു ബിഡ് ഓഫ് ബി. ഓർമ്മ ഉണ്ടാവും. ഒന്ന് മറച്ചു നോക്ക് പുറകിലോട്ട്. ഓക്കെ, റെഡി? ഓക്കെ, ഇനി അടുത്തത്. കലാപരിപാടി കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? ആസ്ക്. ആസ്ക് ആണ്. ആസ്കർ രണ്ടാമത്തെ റേറ്റ് എത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ വീണ്ടും ഇത് യൂറോ ഡിവൈഡഡ് ബൈ ഡോളർ ഈക്വൽ ടു 1.1925. ഡോളർ ഡിവൈഡഡ് ബൈ GBP, dollar divided by GBP equal to 1.47. Finally, you have to find out euro by GBP കാണണം. euro by GBP കാണണം അല്ലെ? ഇത് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യൂറോ ഡിവൈഡഡ് ബൈ ഡോളർ. യൂറോ മേലെ വരണം, GBP അടിയിൽ വരണം. ഇപ്പൊ ഉള്ളതിൽ GBP അടിയിലാണുള്ളത്. എവിടെ ഉള്ളത്? അടിയിലാണുള്ളത്. അതുകൊണ്ട് ദർ ഇസ് നോട്ട് ചേഞ്ച്. GBP അടിയിലിട്ടു, ഡോളർ മേലിട്ടു. ഇനി ഒരു ട്രയാങ്കുലർ ആർബിട്രേജ് ഇതിന്റെ വരാണ്ട്, അത് ഒരു 1.5 മുതലാ. ഓക്കെ, അപ്പൊ ആൻസർ 1.1925 ഇൻറ്റു 1.47. മറ്റേ ആൻസർ കിട്ടിയത് 1.692072. ഇനി നേരത്തെ ആൻസർ കിട്ടിയത് ഇതൊക്കെ 1.1925 ഇൻറ്റു 1.47. ആൻസർ 1.752975. അപ്പൊ ക്രോസ് റേറ്റ് ഇതാണ് കിട്ടിയത്, 1.752975. ഓക്കെ, നോക്ക്. ഇതിലേതാ ശരിയൊക്കെ? 1.692072. 2072 എന്ന് പറഞ്ഞാൽ 21. 1.7529 എന്ന് പറഞ്ഞാൽ 30. ദിസ് ഇസ് ഈക്വലന്റ് ആണ്. ദിസ് ഇസ് റോങ്. ദിസ് ഇസ് റോങ്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ചെറിയൊരു പോയിന്റ് അങ്ങോട്ട് മാറ്റി കേട്ടോ. നമ്മുടെ ആൻസർ കിട്ടിയത് 1.692072. 20 എന്നുള്ളത് 21 ആക്കി. 75297. 9 കഴിഞ്ഞിട്ട് 7, ആ ഒരു സംഖ്യ അങ്ങോട്ട് കൂട്ടി 1.7530 എന്നാക്കി മാറ്റി. കേട്ടോ, ഇതും ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് മാത്രം ഞാൻ പറയാണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതിൽ വേറൊരു വെടിക്കെട്ട് വരാനുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. നമ്മൾ ക്രാക്ക് ചെയ്യും. നിങ്ങൾ പേടിക്കല്ലേ? ബി കൂൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The following rate appear in a foreign exchange market. The following rate appear. The following rate appear. The following rates appear in the foreign exchange market. In the foreign exchange market, spot rate, 2-month forward rate. Spot rate, 2-month forward rate. Spot rate $1 is equal to 45.80. അത് നമ്മൾ കടയിൽ ഒരു ഡോളർ കൊടുത്താൽ 45.80 രൂപ കിട്ടും. കടയിൽ നിന്ന് ഒരു ഡോളർ വാങ്ങണമെങ്കിൽ 46.05 കൊടുക്കണം. ഒരു ഡോളർ ഇപ്പൊ നമ്മളാണ് കൊടുത്താൽ 45.80 കിട്ടും. നമുക്ക് ഇങ്ങോട്ട് ഒരു ഡോളർ വാങ്ങണമെങ്കിൽ 46.05 കൊടുക്കണം.
2-month forward rate 46.50 പിന്നെ 47. How many dollars should a firm sell to get 5 crore after 2 months? How many dollars should a firm sell to get 5 crore after 2 months? Okay, 5 കോടി രൂപ കിട്ടണമെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് 5 കോടി രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഡോളർ വിൽക്കണം? ഇതാണ് ചോദ്യം. ഇത് ഞാൻ ഇടപെടൂല. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. സിമ്പിൾ കാൽക്കുലേഷൻ ഇസ് വെരി വെരി സിമ്പിൾ. ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 0ന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് നിങ്ങൾ ഓർക്കുക. ഒരു 0 പ്രിന്റ് ചെയ്തപ്പം ഒരു 0 പോയിട്ടുണ്ട് അല്ലെ. 10,000 ശേഷം ഒരു 0 പോയാൽ 1,10,000 വ്യത്യാസം അല്ലെ. 0ത്തിന് വില ഇല്ല എന്ന് പറഞ്ഞാൽ വെറുതല്ല. അങ്ങനത്തെ ഒരു ഗൗരവമായ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യൂല, നിങ്ങൾ തന്നെ ചെയ്യണം. സിമ്പിൾ കണക്കാണ്. നിങ്ങൾക്ക് 5 കോടി രൂപ കിട്ടണമെങ്കിൽ എത്ര ഡോളർ വെക്കണം? അപ്പൊ നിങ്ങളെ കയ്യിൽ എന്താ ഉണ്ടാവുക? ഡോളർ നിങ്ങൾ എവിടെ കൊടുക്കുക? ഇന്ത്യയിൽ കൊടുക്കും. ഇന്ത്യയിൽ കൊടുത്താൽ എന്ത് റേറ്റ് എടുക്കുക? ബൈയിങ് റേറ്റ് ആണോ സെല്ലിംഗ് റേറ്റ് ആണോ? ട്രൈ. There is no interest calculation, nothing is there. കിട്ടിയോ? ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയില്ല? ഞാൻ പറയട്ടെ, ലോജിക്ക് പറയട്ടെ മക്കളെ. നോക്ക്, ഇന്നത്തെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ $1 കടക്കാരന് ആണ്ട് കൊടുത്താല്, എന്റെ പോക്കറ്റിൽ $1 ഉണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് കൊടുത്താൽ 45-50 കിട്ടും. എനിക്കൊരു $1 ഇങ്ങോട്ട് അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ, $1 അവിടുന്ന് ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 46 രൂപ 5 പൈസ കൊടുക്കണം. ഓക്കെ. ഇനി 2 മാസം കഴിഞ്ഞിട്ട് ഞാനൊരു $1 അവിടെ കൊടുത്താൽ എനിക്ക് 46.50 കിട്ടും. എനിക്കൊരു $1 തിരിച്ച് ഇങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ 47 രൂപ കൊടുക്കണം അല്ലെ. ഹൗ മെനി ഡോളേഴ്സ് ഷുഡ് ദ ഫേം സെൽ ടു ഗെറ്റ് ₹5 crore ആഫ്റ്റർ 2 months? 2 മാസം കഴിഞ്ഞിട്ട് ഫേമിന് 5 കോടി രൂപ കിട്ടണം. 5 കോടി രൂപ കിട്ടണം അല്ലെ. 2 മാസമാണ്. അപ്പൊ ഇത് സാധനം ഇറലവന്റ് ആണ്. ഇതിന്റെ ആവശ്യമില്ല. ഈ സാധനം ഇറലവന്റാ. നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് 5 കോടി കിട്ടണം. 5 കോടി കിട്ടേണ്ട ക്യാഷ് എന്താണ്? റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ എന്താ കൊടുക്കുക? ഇങ്ങോട്ട് കിട്ടേണ്ടത് റുപ്പീസ്. അപ്പൊ ഞാൻ അങ്ങോട്ട് എന്താ പേ ചെയ്യുക? അത് പറയും. ഇങ്ങോട്ട് റുപ്പീസ് കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് എന്താ കൊടുക്കുക? $US അല്ലെ. ഞാനൊരു $US കൊടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് എന്ത് കിട്ടും? എത്ര കിട്ടുക? ഞാനൊരു $US വിൽക്കല്ലേ. ഞാൻ $US വിൽക്കുന്ന ആളായിട്ട് മാറുമ്പോ എന്റെ കയ്യിലുള്ള ഒരു $1 കടക്കാരന് കൊടുത്താല്, കടക്കാരൻ $1 എനിക്ക് $1 എനിക്ക് 46 രൂപ 50 പൈസ അല്ലേ തരിക അല്ലെ. ഞാൻ കടക്കാരന്റെ കയ്യിൽ നിന്ന് $1 ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ 47 രൂപ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയല്ലല്ലോ. എന്റെ കയ്യിൽ $1 ഉണ്ട്, എനിക്ക് വേണ്ടത് റുപ്പീസാ വേണ്ടത്. അപ്പൊ ഞാൻ $1 വിറ്റു റുപ്പീസ് വാങ്ങി അല്ലെ. റുപ്പീസ് വാങ്ങിയാല് ഞാൻ എന്ത് ചെയ്തു? പിന്നെ 5 കോടി രൂപ എനിക്ക് വേണം. 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ 50 മില്യൺ എനിക്ക് വേണം.
എനിക്ക് ഇത്രയും ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡോളറുകൾ കൊടുത്താൽ 46 രൂപ 50 പൈസ കിട്ടും. 46 രൂപ 50 പൈസ ഒരു ഡോളറിന് കേട്ടോ. അപ്പൊ 5 കോടി ഡിവൈഡഡ് ബൈ 46.5 ഈക്വൽ ടു 10.75 200 എത്ര 10.75 268.8.8172 $10,75,268 വേണം. അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആൻസർ 10,75,000. മനസ്സിലായോ? 10,75,268 കൊടുത്താൽ $1 കോടി കിട്ടും. 5 കോടി കിട്ടും. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? സെറ്റല്ലേ? പരിപാടി തീരുമാനമായി. അപ്പം ആൻസർ ഇത് കേട്ടോ. സിമ്പിൾ ലോജിക്. ഇനി 3 point ആർബിട്രേജ് ഓർ ട്രയാങ്കുലർ ആർബിട്രേജ് ഏത്? 3 point ആർബിട്രേജ് ഓർ ട്രയാങ്കുലർ ആർബിട്രേജ് എഴുതുക. Imagine you are a British arbitrator. Imagine you are a British arbitrator holding sterling in the following example. Holding sterling in the following example. Actual exchange rates are £1 is equal to $1.5715. £1 is equal to 1 GBP is equal to $1.5715 to 721. Okay, $1 is equal to $1 equal to N 106.090120. 1 GBP equal to N, okay, N 176.720831. Okay, start with GBP. Start with GBP 1 lakh. ഇവിടെ 2 എക്സ്ചേഞ്ച് റേറ്റുകൾ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഡോണ്ട് വറി. ഇതാണ് കുറച്ച് ടഫായ ഭാഗം. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നമ്മൾ ശനിയാഴ്ച കേട്ടോ, ശനിയാഴ്ച നമുക്ക് തീർക്കാം. റെഡിയല്ലേ എല്ലാവരും? എല്ലാവരും റെഡിയല്ലേ? ശനിയാഴ്ചയോടുകൂടി തീരും കേട്ടോ. ശനിയാഴ്ചയോടുകൂടി തീരും. ഓക്കെ, 9:30 നമുക്ക് തുടങ്ങാം. ഒരു 5-8 ക്വസ്റ്റ്യൻസ് വലുതുണ്ട്. അപ്പൊ ഇന്നെടുത്ത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ തരാൻ കാരണം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ല ഇവിടെ ആർബിട്രേജ് വരിക. ഒന്ന് വാങ്ങുന്ന വില, ഒന്ന് വിൽക്കുന്ന വില. ഓക്കെ, വാങ്ങുമ്പം ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം, വിൽക്കുമ്പോൾ ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം, അതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ബിഡ് ആണോ എടുക്കേണ്ടത്, ആസ്ക് ആണോ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാൽക്കുലേഷൻ ആണ് വരിക. ബട്ട് ഇറ്റ് ഈസ് ഈസി. ഡോണ്ട് വെറി, ട്രസ്റ്റ് മീ. ഓക്കെ, ഇന്നെടുത്ത സാധനം ഫുള്ളൊന്ന് ഇന്ന് തന്നെ നോക്കിയാൽ ശനിയാഴ്ച ക്ലാസ്സിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ ക്ലാസ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എക്സാമിന്റെ നമ്മുടെ സജസ്റ്റഡ് ആൻസറിലെ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസിലുള്ള ഫുള്ള് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബേസ് കിട്ടിയോ? ബേസ് ലെവൽ നോളജ് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നാളെ കാണാം. താങ്ക് യു. Thank you all.